കേരളത്തിൻ്റെ അഭിവൃദ്ധി. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും 62 ലക്ഷം ആളുകൾക്ക് മാസം പ്രതി 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനമല്ലേ കേരളം? വേറെ എവിടെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾക്കൊന്നും വിഹിതം തരുന്നില്ല. ആ വിഹിതം കാത്തു നിന്നിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എവിടെയാണ് പോയിക്കൂടാത്തത്? അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നു. അവരുടെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. കേരളത്തിന് പ്രത്യേക വാഗ്ദാനങ്ങളൊന്നും നൽകിയില്ല. അദ്ദേഹം എല്ലാം പറഞ്ഞ് അവസാനം പറഞ്ഞ് ഞാൻ തന്നെയാണ് ഗ്യാരണ്ടി. ഞാനന്ന് പത്രക്കാരോട് പറഞ്ഞു, രാമൻ നായർ നന്നായി രാമായണം വായിക്കും. ആരാ പറയുന്നത്? രാമൻ നായർ തന്നെ. ഇവിടെ ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ. പിന്നെ എന്ത് ഗ്യാരണ്ടിയാ? അത് കൊടുത്താൽ പോരെ? അതാണ് കേന്ദ്ര ഗവൺമെൻറ്. ഞാൻ കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിലും ആ കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പറയേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളല്ലാതെ എന്ത് കാര്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഇവിടെ സ്വിസ് ബാങ്കിൽ പണമുണ്ട്, കള്ളപ്പണമുണ്ട്. ആ പണം മുഴുവൻ പിടിച്ചെടുക്കും. എന്നിട്ട് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഭരണാധികാരികളല്ലേ? ഇവിടെ 10 കോടി സ്ത്രീകൾക്ക് പാചകവാതക കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതല്ലേ? പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചതല്ലേ ഉള്ളൂ? എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പെട്രോളിൻ്റെ വില 50 രൂപയായി നിജപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? ഇരട്ടിയിലധികമായില്ലേ? ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തോ? ഇവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് നിർത്തിയില്ലേ? നമ്മുടെ കേരളത്തിലെ കുറേ ചെറുപ്പക്കാർ പട്ടാളത്തിൽ സേവനം ചെയ്യുമായിരുന്നു. പട്ടാളത്തിൻ്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അവസാനിപ്പിച്ചില്ലേ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇവിടെ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, ആ യുവജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുകയല്ലേ? തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കുകയാണോ? ഇവിടെ കോർപ്പറേറ്റുകൾ വളരുകയാണ്. ഇന്ന് തന്നെ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരമദാരിദ്ര്യത്തിലേക്കാണ് ലോകത്തിലെ വലിയൊരു ഭാഗം ജനങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നില ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ കൂടുതൽ ജാഗ്രതാബോധം ഉയർത്തിക്കൊണ്ടുവന്ന് നാടിനെ രക്ഷിക്കേണ്ട പ്രവർത്തന മേഖലകളിൽ അവരെ പങ്കാളികളാക്കണം. അതാണ് നമ്മുടെ ദൗത്യം. ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായുള്ള സമരം നടത്താൻ LDF യോഗം തീരുമാനിച്ചിരിക്കുന്നു. അത് വിശദീകരിക്കുകയായിരുന്നു LDF കൺവീനർ EP ജയരാജൻ. കേന്ദ്ര നയങ്ങൾക്കെതിരായ LDF സമരം ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കും. ഇടതുമുന്നണി യോഗത്തിനിടെ തീരുമാനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും സമരത്തിന്റെ ഭാഗമാകും.